സുഹൃത്തുക്കളെ നമസ്കാരം. കേരളത്തിൽ പബ്ലിസിറ്റി മോഹികളായ കുറെ സ്നേഹക്കാരുണ്ട്. പരിസ്ഥിതി സ്നേഹികൾ, പ്രകൃതി സ്നേഹികൾ, പക്ഷി സ്നേഹികൾ, അതുപോലെ തന്നെ മൃഗ സ്നേഹികൾ. ഇവരെ കൊണ്ട് ശരിക്കും പൊറുതിമുട്ടുകയാണ് കേരളത്തിലെ ജനങ്ങൾ. തെരുവ് നായ്ക്കൾ കേരളം മുഴുവൻ പാഞ്ഞു നടന്ന് കുട്ടികളെയും വൃദ്ധന്മാരെയും വരെ കടിച്ചു കീറി മരണത്തിന് വരെ എത്തിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് സംസ്ഥാന സർക്കാരും മറ്റു സംസ്ഥാന സർക്കാരുകളും സുപ്രീം കോടതിയിൽ അഭയം തേടിയത്. ഒരു മൃഗത്തെയും കൊല്ലുവാൻ പാടില്ല എന്ന് പറഞ്ഞ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മേനകാ ഗാന്ധി കേന്ദ്രമന്ത്രിയായപ്പോൾ ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു, വന്യജീവി സംരക്ഷണ നിയമം. ഈ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് പേ പിടിച്ചു നടക്കുന്ന പട്ടിയെപ്പോലും തൊടുവാൻ പാടില്ലാത്ത ഒരു നിയമം അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിലും ഉണ്ടായത്. ഞാനിത് പറയുന്ന ദിവസം തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഈ തെരുവ് നായ്ക്കൾ ആൾക്കാരെ ഓടിച്ചിട്ട് കടിച്ച് പരാക്രമം നടത്തിയ വാർത്തകൾ വരികയുണ്ടായി. ഈ കപട സ്നേഹം കാണിക്കുന്ന മൃഗസ്നേഹികൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ്. നിത്യവും കോഴിയെ അറുത്ത് നമ്മുടെ ചില്ലി ചിക്കനും അതുപോലെ തന്നെ പോത്തിനെ കഴുത്തറുത്ത് കൊന്ന് ബീഫ് ഫ്രൈയും ഉണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നേരം വെളുക്കുമ്പോൾ മുഖവും കഴുകി മൃഗസ്നേഹവുമായി രംഗത്തിറങ്ങുന്നത്. ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ ഒരു ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. അലഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പിടികൂടി അവയെ വന്ധ്യംകരണം നടത്തി പ്രത്യേക ഷെൽട്ടറുകളിൽ താമസിപ്പിക്കണം എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, അത്തരം ഷെൽട്ടറുകൾക്ക് കാവൽ നിൽക്കുവാനും പരിപാലനം നടത്തുവാനും വേണ്ട ജീവനക്കാരെ വയ്ക്കണം എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തരവ് പുറത്തു വന്നിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നത് ശരിയാണ്. എന്നാൽ ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുവരെ യാതൊരു നീക്കവും അനക്കവും നടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനു വേണ്ട സംവിധാനങ്ങൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നതാണ് കാരണമായി കാണുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യം നടക്കില്ല. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം തെരുവിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ സാധാരണഗതിയിൽ എല്ലാ നിലകളും വിട്ട് പരക്കം പാഞ്ഞ് ആൾക്കാരെ കടിക്കുന്നത് ആ നായ്ക്കൾക്ക് പേ ഇളകുമ്പോഴാണ്. അത്തരത്തിൽ കടിയേൽക്കുന്ന മനുഷ്യരെല്ലാം വലിയ തോതിലുള്ള ചികിത്സ നടത്തുന്ന ഗതികേടിലേക്ക് എത്തും. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിൽ വിഷബാധയേറ്റ ചില ആൾക്കാർ സമയത്ത് ചികിത്സ നടത്തിയിട്ട് പോലും മരണത്തിലേക്ക് കടന്നുപോയ വാർത്തകളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഗ്രാമങ്ങളിൽ മാത്രമല്ല പട്ടണങ്ങളിലും നഗരങ്ങളിലും എല്ലാം ശൈര്യ ജീവിതത്തിനൊരു തടസ്സമായി മാറിയിരിക്കുകയാണ് തെരുവ് നായ്ക്കൾ. ജനങ്ങളെ വെറുതെ കടന്നുകയറി, പ്രത്യേകിച്ചും സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികൾ, ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർ, വീട്ടിൽ സ്വന്തം കട്ടിലിൽ കിടന്നു ഉറങ്ങുന്ന വയോധികരായ സ്ത്രീ പുരുഷന്മാര് അകത്തു കയറി നായ്ക്കളുടെ സംഘം കടിച്ചു കീറിയ സംഭവം വരെ സമീപകാലത്ത് ഉണ്ടാവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ വലിയ ഒരു പ്രതിസന്ധിയും പ്രശ്നവുമായി മാറിയിരിക്കുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കുന്നതിന് അടിയന്തരമായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടൽ നടത്തണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ എല്ലാവരും എത്തി നിൽക്കുകയാണ് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ കേരളത്തിലെ പൊതുജനങ്ങളെ മാരകമായ രീതിയിൽ ബാധിച്ചിട്ടുള്ള തെരുവ് നായ്ക്കളുടെ ശല്യം കൃത്യമായി സമയബന്ധിതമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കി നമ്മുടെ നാട്ടുവഴികളിലും
പൊതുനിരത്തുകളിലും ഹൈവേകളിലും അടക്കം വിലസ് നടക്കുന്ന